വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നുമില്ലാത്ത പാവപ്പെട്ട ഒരു കന്യാസ്ത്രീ. അവൾ തൻ്റെ പ്രിയതമൻ്റെ മിസ്റ്റിക് അനുഭവങ്ങൾ ഒരു ഡയറിയിൽ കുറിച്ചു. പോളിഷ് ഭാഷയിൽ എഴുതപ്പെട്ട ആ ഡയറി 20-ലേറെ ഭാഷകളിൽ പരിഭാഷ ചെയ്യപ്പെട്ടു. ലോകം മുഴുവൻ ദൈവകരുണയുടെ തീപിടിപ്പിക്കാൻ ആ ഡയറി കുറിപ്പുകൾക്ക് കഴിഞ്ഞു. വിശുദ്ധ മരിയ ഫൗസ്തീന കോവാൾസ്ക തൻ്റെ 19-ാം വയസ്സിൽ സഹോദരിയുടെ കൂടെ ഒരു പാർക്കിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ പീഡാനുഭവം ദർശനം കാണുകയും അതിൽ യേശു അവളോട് മഠത്തിൽ ചേരാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മാതാപിതാക്കളോട് പോലും അനുവാദം ചോദിക്കാൻ നിൽക്കാതെ മഠങ്ങൾ കയറിയിറങ്ങി. ഒടുവിലൊരു മഠത്തിൽ തുണ സഹോദരിയായി സ്വീകരിച്ചു. പാചകം, തോട്ടപ്പണി, വീട്ടുകാവൽ ഇവയെല്ലാം വളരെ സംതൃപ്തിയോടെ അവൾ ചെയ്തിരുന്നെങ്കിലും പലവിധ രോഗങ്ങളാലും മറ്റുള്ളവരുടെ പരിഹാസത്തിലൂടെയും കടന്നുപോയി. ഈ അവസരത്തിൽ ഈശോ തൻ്റെ അനന്തകരുണയുടെ ആഴങ്ങളെക്കുറിച്ച് അവൾക്ക് വെളിപ്പെടുത്താൻ തുടങ്ങി. ഒന്നാമതായി ഈശോ പറഞ്ഞു, ദൈവകരുണയുടെ ഛായാചിത്രം പ്രതിഷ്ഠിക്കപ്പെടുന്ന സ്ഥലങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കും. 2, കരുണയുടെ നൊവേനയിലൂടെ ആവശ്യപ്പെടുന്നത് എന്തും ലഭിക്കും. 3, ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരുണ ചൊരിയപ്പെടുന്ന സമയമാണ് ക്ലോക്കിൽ 3 മണി നേരം. ഈ സമയത്ത് ആവശ്യപ്പെടുന്നത് എന്തും സാധിച്ചു കിട്ടും. കരുണയുടെ ജപമാല ഒരിക്കലെങ്കിലും ചൊല്ലുന്ന ഏതൊരു പാപിക്കും കൃപ ലഭിക്കും. ഏറ്റവും വലിയ പാപിക്കാണ് എൻ്റെ കരുണയിൽ ഏറ്റവും കൂടുതൽ അവകാശമെന്നും ഈശോ വെളിപ്പെടുത്തി. 33 വയസ്സുവരെ മാത്രം ജീവിച്ച വിശുദ്ധ ഫൗസ്തീന ദൈവകരുണയുടെ അപ്പോസ്തലയാണ്.